നമസ്കാരം. കേരളത്തിൽ ഇന്ന് ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പായിരുന്നു. 7 ജില്ലകളിലെ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞു. ഇനി ബാക്കിയുള്ള 7 ജില്ലകളിൽ 11-ാം തീയതിയാണ് തിരഞ്ഞെടുപ്പ്. പക്ഷേ രസകരമായിട്ടുള്ളൊരു വാർത്ത ഞാൻ സോഷ്യൽ മീഡിയയിൽ കാണുകയുണ്ടായി. അത് കണ്ണൂരിൽ നിന്നാണ്. കണ്ണൂരിലെ ചൊക്ലി പഞ്ചായത്തിലെ 9-ാം വാർഡിൽ അവിടെ സ്ഥാനാർത്ഥിയായിട്ട് നിന്നിരുന്ന അർവ TP എന്നൊരു വനിത ഒരു BJP പ്രവർത്തകൻ്റെ കൂടെ ഒളിച്ചോടിപ്പോയി എന്നൊരു വാർത്തയാണ്. പക്ഷേ മാധ്യമങ്ങൾ കൊടുത്തിരുന്ന UDF സ്ഥാനാർത്ഥി എന്ന രീതിയിലാണ് കൊടുത്തത്. പക്ഷേ ആ ചിത്രം കാണുമ്പോഴും ആ ചിഹ്നം കാണുമ്പോഴും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അത് മുസ്ലിം ലീഗിൻ്റെ സ്ഥാനാർത്ഥിയാണ്. മതപരമായിട്ടുള്ള വേഷമെല്ലാം ഇട്ടിട്ടുണ്ട്. പക്ഷേ ഇത് ആദ്യം കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി ആരെങ്കിലും ഏതെങ്കിലും ബിരുദന്മാർ ട്രോളായിട്ട് വല്ലതും കൊടുത്തായിരിക്കുമെന്ന്. ഇപ്പോൾ പല ആരോപണങ്ങൾ ഈ സംഖ്യകൾക്കെതിരെയുണ്ട്. അവർ വോട്ടിംഗ് യന്ത്രത്തിൽ കൃത്രിമം കാണിക്കുന്നു എന്നൊക്കെ പറഞ്ഞാൽ അത് കുറേ കാലം. അതിനുശേഷം ഈ 5-6 മാസം മുമ്പ് തുടങ്ങിയ വോട്ട് ചോരി എന്നൊക്കെ പറഞ്ഞിട്ടുള്ളതാണ്. ഇതിപ്പോൾ സ്ഥാനാർത്ഥി ചോരിയായിരിക്കുന്നു. സംഗതി ആദ്യം ഞാൻ കരുതി ട്രോളാണ് എന്ന് കരുതി നമ്മുടെ മുഖ്യധാര മാധ്യമങ്ങളൊക്കെ നോക്കിയപ്പം സംഗതി ട്രോളല്ല, സത്യമാണ്. എൻ്റെ മാതാവ് തന്നെ പോയി പരാതിപ്പെട്ടിട്ടുണ്ട്. കൗതുകം കുറച്ച് കൂടുതലാണെന്ന് തോന്നുന്നു ഇവർക്ക്. ആ വോട്ടെടുപ്പ് കൂടെ കഴിഞ്ഞ് സ്ഥാനാർത്ഥിക്ക് പോയാൽ പോരായിരുന്നു. ഏതെങ്കിലും ഒരു ലീഗ് പ്രവർത്തകയല്ല, ലീഗിൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് നിന്ന ആളാണ് എന്ന് ഓർക്കുക. ഒരു BJP പ്രവർത്തകൻ്റെ കൂടെയാണ് പോയിരിക്കുന്നത്. മതപരമായ രീതിയിലെല്ലാം നടക്കുന്ന ഒരു വ്യക്തിയാണ് എന്ന വേഷത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പക്ഷേ പോയിരിക്കുന്നത് BJPക്കാരുടെ കൂടെയാണ്. ഇനി ഈ യുവതിക്ക് 32 വയസ്സുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ കുട്ടർ 32 വയസ്സൊക്കെ ആകുമ്പോഴേക്കും വിവാഹം കഴിഞ്ഞതായിരിക്കുമെന്ന് നമുക്ക് ഊഹിക്കാം. ശരിയാണ്, വിവാഹം കഴിഞ്ഞതാണ്. 2 കുട്ടികളുണ്ട്. 35 വയസ്സുള്ള ആളുടെ കൂടെയാണ് പോയത്. നിലവിൽ 3 മാസത്തോളം ഗർഭിണിയുമാണ്. അപ്പം പിന്നെ നമുക്ക് കൂടുതൽ ഇനി ആലോചിച്ച് തലമുണ്ടാക്കേണ്ട കാര്യമില്ല. കാര്യങ്ങളൊക്കെ ഏതാണ്ട് നമുക്ക് വ്യക്തമാണെന്ന് തോന്നുന്നു. എന്തായാലും ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് അവർ പിടിച്ച് നിർത്തിയ സ്ഥാനാർത്ഥിയും കൊള്ളാം, ആ സ്ഥാനാർത്ഥിയും കൊണ്ടുപോയ BJPക്കാരൻ അഥവാ സംഘിയും കൊള്ളാം എന്നേ പറയാനുള്ളൂ. ഏതോ ഒരു സിനിമയിൽ പറയുന്ന പോലെ കൗതുകം രണ്ടുപേർക്കും കുറച്ച് കൂടുതൽ ആയിപ്പോയി. അല്ലെങ്കിൽ ആ വോട്ടെടുപ്പ് കഴിഞ്ഞതിന് ശേഷം പോയിക്കൂടായിരുന്നോ എന്ന് ചോദിക്കാനുള്ളൂ. പുതിയ ഒരു ആരോപണം കൂടി സംഘയിൽ ഇനി കേൾക്കേണ്ടി വരും. അത് സ്ഥാനാർത്ഥി ചോരി എന്നതാണ്. അല്ലെങ്കിൽ തന്നെ ഈ കേരളത്തിലെ ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ അവർ കേൾക്കാത്ത വഴിയൊന്നുമില്ല. BJPയുടെ സീറ്റ് കിട്ടിയില്ല എന്ന കാരണം പറഞ്ഞു പോലും സ്ഥാനാർത്ഥി ആവാൻ കൊതിച്ചിരുന്നവർ ആത്മഹത്യ ചെയ്യുന്നതായിരുന്നു ആദ്യം ഭയങ്കര ട്രെൻഡിങ്. അത് ഒന്നൊക്കെ ആയിരുന്നെങ്കിൽ അപൂർവത എന്ന് പറയാമായിരുന്നു. ഒരാൾ മരിച്ചു, വേറൊരാൾ ആത്മഹത്യയ്ക്ക് ശ്രമിച്ചു, മരിച്ചില്ല, വേറെ ഒരാൾ വീണ്ടും ശ്രമിച്ചു. അത് BJPയിൽ മാത്രമുള്ളൊരു പ്രതിഭാസമാണ് എന്നൊക്കെ വിചാരിച്ചുകൊണ്ടിരുന്നപ്പം വേറെ ചില പാർട്ടിയിലും അത് സമാനമായ രീതിയിലൊക്കെ ശ്രമം നടന്നത് കണ്ടു. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് ഇങ്ങനെ വന്നപ്പോഴാണ് അതും നടക്കാൻ ഒരു സാധ്യതയുമില്ല എന്ന് ഏവരും വിശ്വസിക്കുന്നൊരു കാര്യം, അവിശ്വസനീയമായിട്ടുള്ളൊരു കാര്യം സംഭവിച്ചിരിക്കുന്നു. മുസ്ലിം ലീഗിൻ്റെ വനിതാ സ്ഥാനാർത്ഥി, അതും അവരുടെ ഒരു വനിതാ സ്ഥാനാർത്ഥിയെ നമ്മൾ പോസ്റ്ററിൽ ഏത് രൂപത്തിലാണോ കാണുന്നത് ആ രൂപത്തിൽ നിൽക്കുന്ന ഒരു വനിതാ സ്ഥാനാർത്ഥി, അത് ഏതെങ്കിലും കോൺഗ്രസ്സുകാരുടെ കൂടെ പോയാലും സഹിക്കാമായിരുന്നു. ഇനി അത് ഹിന്ദു ആയിക്കോട്ടെ, ക്രിസ്ത്യാനി ആയിക്കോട്ടെ, കോൺഗ്രസ് ആയിരുന്നെങ്കിലും സഹിക്കാമായിരുന്നു. ഒരു BJPക്കാരൻ്റെ കൂടെ പോയി എന്ന വാർത്ത ആ തെരഞ്ഞെടുപ്പിന് ഏതാനും ദിവസം മുമ്പേ വരിക എന്ന് പറഞ്ഞാൽ അതെന്തൊരു നാണക്കേടാണ്. ഒന്ന് ഓർത്തു നോക്കുക. അവരോട് 2 പേരോടും നമുക്ക് പറയാനുള്ള ഒന്നേ ഉള്ളൂ, നിങ്ങൾക്ക് കൗതുകം കുറച്ച് കൂടിപ്പോയി. ആ വോട്ടെടുപ്പ് കഴിഞ്ഞതിന് ശേഷം 13-ാം തീയതി ഫലവും കൂടെ വന്നതിന് ശേഷം ആഘോഷമായിട്ട് പോയാൽ പോരായിരുന്നു. എന്തായാലും തെരഞ്ഞെടുപ്പിനിടയിൽ ഇങ്ങനെയും ചില കൗതുകരമായിട്ടുള്ള വാർത്തകളുണ്ട്.